നമ്മുടെ കോച്ചിങ് ലൈഫിൽ ഒക്കെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ഒരു കൺസേൺ ആണ്, പാഷൻ്റെ പുറകെ പോകണോ അതോ പ്രൊഫഷനാണോ വലുത് എന്നുള്ളത്. അതെ, നാസർക്കൊക്കെ എന്താ അഭിപ്രായം ആ ഒരു വിഷയത്തിൽ? എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് യുവർ പാഷൻ ഈസ് ഗിവിങ് യു ഇനഫ് റിട്ടേൺ ഓർ ഇഫ് യുവർ പാഷൻ ഈസ് ഗിവിങ് യു ദ മണി ദാറ്റ് യു ക്യാൻ സർവൈവ്, ദെൻ ഗോ ഫോർ എ പാഷൻ. അത് നിങ്ങൾക്ക് തരുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് പിന്നെ റിക്വയർ ബെനിഫിറ്റ് നിങ്ങളുടെ പാഷനിൽ നിന്ന് കിട്ടുന്നില്ല എങ്കിൽ, ഗോ ആൻഡ് മേക്ക് സം മണി ആൻഡ് കം ബാക്ക് ടു യുവർ പാഷൻ. കാരണം നിങ്ങൾക്ക് രാവിലെ ഇപ്പം ഞാൻ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ കൊടുത്തിട്ടല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. അതെ. അല്ലെങ്കിൽ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അല്ലെങ്കിൽ എൻ്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കണമെങ്കിൽ ഇതൊക്കെ പൈസ വേണം. അതെ. ആ പൈസ എനിക്ക് പാഷനിൽ നിന്ന് കിട്ടണില്ലെങ്കിൽ ആദ്യം പോയിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കുക, അതിന് ശേഷം പാഷനിലേക്ക് തിരിച്ചു വരിക. അതെ. ഒരു കുട്ടി പാഷനാണെന്ന് പറഞ്ഞ് ഫുട്ബോൾ കളിക്കാനും ട്രെയിനിങ്ങിനും മാത്രം സ്പെൻഡ് ചെയ്യുകയും പഠനത്തിലോ അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഡെവലപ്മെൻറ്റിലോ സ്കിൽസിലോ ഒന്നും ടൈം ഇൻവെസ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പാഷൻ ഇപ്പോൾ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരു സമയം വരും. ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ പാഷൻ നമുക്ക് കാശുണ്ടാക്കി തരില്ല എന്നുള്ളത്. അതെ. ഇൻ കേസ് ആ കുട്ടിക്ക് മനസ്സിലാവുകയാണ് ഈ പാഷൻ കൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റാമെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, പക്ഷേ ഇത്രയും സമയം ഓൾറെഡി നഷ്ടപ്പെട്ടു. പിന്നീട് ആ ഒരു സെൽഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്തു വരാൻ അല്ലെങ്കിൽ പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനൊക്കെ സമയം കിട്ടാത്തൊരവസ്ഥ വരും അല്ലേ? 18-20 വയസ്സാകുമ്പോൾ ചിലപ്പം നമ്മൾ അധ്വാനിക്കേണ്ട ഒരു സമയം വരുമ്പോഴേക്ക് നമ്മൾ ഒരുപാട് ലേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പാഷനും പ്രൊഫഷനും രണ്ടും ഒരേ രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു കാര്യമാണ്. പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ പാഷനും കൊണ്ടുപോകാൻ വേണ്ടത് അല്ലേ? അതെ. എൻ്റെ കാഴ്ചപ്പാടില്ല ഈ പാഷൻ എങ്ങനെ വരണമെന്നറിയോ? ഇപ്പം ഞാനും ഇപ്പോൾ ഒരു ഫുട്ബോൾ നമ്മൾ തന്നെ എടുക്കുക, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആരും പാഷനേറ്റ് ആവില്ല. നമ്മൾ കളിക്കാൻ പോയി അതിൽ നമ്മളെ സ്കില്ല് കാണുമ്പോൾ ആൾക്കാർ അപ്രിഷിയേറ്റ് ചെയ്ത് തുടങ്ങും. അങ്ങനെ വീണ്ടും നമ്മൾ സ്കോർ ചെയ്ത് തുടങ്ങും, നമ്മൾ ഡ്രിബിൾ ചെയ്ത് തുടങ്ങും. അപ്പോൾ ആൾക്കാർ പറയും അവൻ നല്ല കളിക്കാരനുണ്ടോ എന്ന് പറയും. അങ്ങനെ നമ്മൾ അവിടെ എവിടെയും വിളിച്ചുകൊണ്ട് പോയി കളിപ്പിക്കും. അങ്ങനെ നമ്മുടെ തലയിൽ പാഷൻ എന്ന് പറയുന്ന സാധനം പതുക്കനെ കയറുന്ന ഒരു സാധനമാണ്. അതൊരു സുപ്രഭാതത്തിൽ പാഷൻ വരണല്ല. അതേസമയം ആ പാഷൻ നിങ്ങൾ കരിയറായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വിചാരിക്കാത്ത പൈസ കൊണ്ട് തരും. അതുകൊണ്ടാണല്ലോ സിനിമക്കാരൊക്കെ ഇത്രയും സക്സസ് ആവുന്നത്. ഇപ്പോൾ കോഹ്ലി ആയാലും മറ്റുള്ള ധോണിയൊക്കെ ആയാലും അവരെന്തുകൊണ്ടും ഇതായിരുന്നു. അവരെ പ്രൊഫഷനും അവരെ പാഷനും ഒന്നാണ്. അതെ. റൊണാൾഡോ ഒക്കെ പാഷനേറ്റ് ആയതിൻ്റെ പേരിൽ നിന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്നത്. അപ്പോൾ അവർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ, എന്താ പറയുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ആക്ടർ എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആക്ടിങ്ങിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ അവനെ അപ്രിഷ്യേറ്റ് ചെയ്ത് തുടങ്ങും. അവന് ഫോളോവേഴ്സ് കൂടും, അവൻ സ്റ്റാറായി മാറും. അപ്പോൾ ആൾക്കാർ അവനെ കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യും. അപ്പോൾ അവൻ അതിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്റ്റാറായി, അവന് വാല്യൂ കൂടി, അവൻ വേറെ പൈസയുടെ പിന്നാലെ പോകുന്നില്ല, പൈസ അവനെ തേടി വരുന്നു. അതെ. കാരണം അവൻ പൈസയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ്റെ പാഷന് മാത്രം ശ്രദ്ധിക്കുന്നു. ഇഫ് യു ഡു എനിത്തിങ് വിത്ത് പാഷൻ വിൽ ബ്രിങ് യു എ ലോട്ട് ഓഫ് മണി. റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഭയങ്കര പാഷനാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കി വിറ്റാൽ അത് നിങ്ങൾക്ക് ഒരുപാട് ഫോർച്യൂൺ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ people think that they have a problem because they have taken a wrong decision. Actually not because of they have taken a wrong decision. It is because of they have not taken a decision on time. കൃത്യമായ സമയത്തിൽ ഡിസിഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഞാൻ പറയാൻ കാരണം വേറൊരു കാര്യം കൂടി. ഇപ്പോൾ ചില നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടായി, അപ്പോൾ അവർ വളർന്ന് വന്ന് ഒരു പരിധി എത്തുമ്പോൾ അവർക്ക് മനസ്സിലാവും അതിൽ നിന്ന് കാശ് വല്ലാതെ കിട്ടില്ല എന്ന് മനസ്സിലാകുന്നതോട് കൂടിയിട്ട് അവർ പിന്നീട് ജോബ് സെർച്ചിങ്ങിനും കാര്യങ്ങളൊക്കെ പോകും. ആ സമയത്ത് അവരുടെ കയ്യിൽ യാതൊരു സർട്ടിഫിക്കറ്റോ സ്കില്ലോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ചെറിയ നമ്മൾ ബേസിക് ജോബുകളിലേക്ക് പോകും. നേരെ മറിച്ച് കുറച്ചും കൂടി എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് വളർന്ന് പോകാമായിരുന്നു. അപ്പോൾ അതിൻ്റെ വിദ്യാഭ്യാസം വളരെ അത്യാവശ്യമാണ്. അതെ. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത ഡോറുകൾ തുറന്നു കിട്ടുള്ളൂ. അതെ. ഇപ്പോൾ ഒരു ഓൺടർപ്രണർഷിപ്പ്, ഒരു എഡ്യൂക്കേറ്റഡ് ഓൺടർപ്രണറും എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ഓൺടർപ്രണറും തമ്മിൽ മാറ്റല്ലേ? അത് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഭ്രാന്താണ് ഓൺടർപ്രണർഷിപ്പ്. അതിന് പൈസ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ വലിയ റിച്ച് ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും അത്ര വലിയ പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ കൂടെ CA-ക്കാരും MBA-ക്കാരൊക്കെ പണിയെടുക്കുന്നതാണ്. അവരെ പണിയെടുപ്പിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും ഓൺടർപ്രണർക്ക്. ഓൺടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റാണത്. പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരായിട്ട് സംസാരിക്കുമ്പോൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തരും അവർ. കാരണം അവർക്ക്
അവരുടേതായ വിഷൻ ഉണ്ട്, അവർക്ക് അവരുടേതായ ബ്ലർ വിഷൻ അല്ല, അവർക്ക് ഭയങ്കര ക്ലാരിറ്റി ഉണ്ട് അവരുടെ മുന്നോട്ടുള്ള പോക്കിൽ, അവർ ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ കഫ്തേരിയിൽ നിന്ന് വളർന്നു വന്നവരുണ്ട്, ടെലിഫോൺ കാർഡ് വിറ്റ് വളർന്നു വന്നവരുണ്ട്, പലരും ഉണ്ട്, പല ഫീൽഡിൽ നിന്നും വളർന്നു വന്നവരുണ്ട്. അവർ വളർന്നു വന്ന ഫീൽഡിൽ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി അവരതിൽ കഠിനമായി പരിശ്രമിച്ചിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഓണ്ടർപ്രനർ ആവാനായിട്ട് എഡ്യൂക്കേഷൻ നിർബന്ധമില്ല. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, സ്കൂളിൽ കിട്ടുന്ന ഒരു എഡ്യൂക്കേഷൻ മാത്രമല്ല, ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും.